ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗൗതം. ഞാൻ കനക. അപ്പൊ ഇന്ന് നമ്മൾ ഡേ 9 റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് നേരത്തെ തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ആഴ്ച 2 പേര് ഈ ചൊവ്വ വ്യാഴം ദിവസത്തിനിടയിൽ പുറത്തു പോകും, അത് മിഡ് വീക്ക് എവിക്ഷൻ ആണെന്നുള്ളത്. അപ്പൊ ഇന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അത് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റം മാത്രമായിരിക്കും, അതായത് മിഡ് വീക്ക് എവിക്ഷൻ അല്ല, അത് മിഡ് വീക്ക് സസ്പെൻഷൻ ആണ്. അതായത് 3 ദിവസത്തേക്ക് ക്യാമറ ഇല്ല, മൈക്ക് ഇല്ല, അങ്ങനെ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരു റൂമിലേക്ക് ഇവരെ ഒരാളെ മാറ്റുന്നു എന്നാണ് പറയുന്നത്. അതായത് ടാസ്കിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പൊ ഇതിൽ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇന്ന് പ്രത്യേകിച്ച് നടന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പ്രൊമോയില് കണ്ട പോലെ കിച്ചണില് ഒരു 2 വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അക്ബറും ഷാനവാസുമായിട്ടും പിന്നെ ആസ് യൂഷ്വൽ അനീഷും ബാക്കി വീട്ടുകാരായിട്ടും. അപ്പോ അങ്ങനെ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ ഈ ഒരു കഥ പറച്ചിൽ, അതായത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേണുവും ഷാരികയും ഒണിയലും വന്നിട്ട് അവരുടെ കൊടുത്ത സംഭവത്തെ കുറിച്ചിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ മിഡ് വീക്കിന്റെ സസ്പെൻഷന്റെ ഒരു ടാസ്കും ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ഈ സ്റ്റോറി പറയുന്നതില് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സന, തോക്ക്, വെടി, ഇതൊന്നും ആരും മറന്നല്ല നമ്മുടെ മിഥുനെ കുറിച്ചിട്ട്. അപ്പൊ എപ്പം അതൊക്കെ ഒരു കഥ. അതെ, സത്യം പറഞ്ഞ ആ കഥ നമ്മൾ ഒരു കാലത്തും മറക്കൂല കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം ഇത് കേട്ടിട്ടുണ്ടെ വിശ്വസിച്ചായിരുന്നു കേട്ടാ. പിന്നെയാണ് ഇത് മൊത്തം ബ്ലണ്ടർ ആണെന്നുള്ളത്. അപ്പൊ എന്തായാലും അതൊരിക്കലും മറക്കൂല. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ, അത്ര നല്ലൊരു എപ്പിസോഡായിരുന്നു അത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂവിലേക്ക് കിടക്കാം. അപ്പൊ ഡേ 9 റിവ്യൂ ആണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് റിവ്യൂ അതേപോലെ അല്ലാതെ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിന്റെയൊക്കെ ഒരു റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാവേ. അപ്പൊ ഇന്ന് ഡേ 9 ആണ്. അപ്പൊ രാവിലെ അവർക്ക് ഒരു മോർണിംഗ് സോങ്ങോട് കൂടി ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഇട്ടിട്ടായിരുന്നു നമ്മുടെ മനസ്സ്. അതായത് അതിൽ ഒരു വലിയ ഒരു ചാട്ടായിരുന്നു അറിയാം, ഓൺ ദി ഫ്ലോർ ബേബി ഹിറ്റ് ഇറ്റ് ഹാർഡ് ബേബി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചാട്ടായിരുന്നു കേട്ടോ എല്ലാരും. അപ്പൊ ആ ചാട്ടൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ അടി പൊട്ടിയത് കേട്ടോ. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അനുവും ആദിൽ നൂറയൊക്കെ കൂടി ഇരുന്നിട്ട് പറയുന്നുണ്ട്. അതായത് തലേ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നെവിൻ അനുവും അതേപോലെ ശൈത്യയും കൂടെ ഒരു ബെഡിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ നെവിൻ വന്ന് കിടന്നു, ഇവരെണ്ണീറ്റ് ഓടി, പിന്നെ നെവിനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവൻ പോയി തക്കാളി കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നെവിന് തക്കാളി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു, ഒരുപാട് കഴിക്കും എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കിച്ചണില് ഫസ്റ്റ് വഴക്ക് നടക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വഴക്കെന്ന് പറഞ്ഞാല് അനീഷും കിച്ചണില് അനീഷ് നിപ്പുണ്ട്, ഗിസയിൽ നിപ്പുണ്ട്, RJ ബിൻസി ഉണ്ട്, ആര്യനുണ്ട്, പിന്നെ അക്ബർ ഉണ്ട്. ഇവർ ഇത്രയും പേരാണ് കിച്ചൺ ഡ്യൂട്ടിയിലുള്ളത്. ഇതില് അനീഷാണ് കേട്ടോ കിച്ചണിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാൽ ഈ അനീഷ് ഓൾറെഡി അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പൊ കിച്ചണില് അനീഷാണ് ക്യാപ്റ്റൻ. അപ്പം ഗിസയിലായിട്ട് രാവിലെ ഒരു ഉടക്കം ഉണ്ടാവുന്നുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീഷ് സ്റ്റീൽ ഗ്ലാസ് നമ്മുടെ മൈക്രോ ഓവനിൽ വെക്കുന്നുണ്ട്. അപ്പൊ സ്റ്റീൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചർ ആണെന്ന് എല്ലാവർക്കും അറിയാം, ഒരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനീഷിന് അറിയത്തില്ല എന്ന് തോന്നുന്നു. അപ്പം ഗിസൽ ഓടി വന്ന് അയ്യോ എന്നൊക്കെ വിളിച്ച് ഓടി വന്ന് സ്റ്റീൽ ഗ്ലാസ് വെച്ചുകൂടെ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അനീഷ് പക്ഷെ അതൊരു നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ഡ്രാമ അത് പറഞ്ഞാൽ പോരെ, ഇത്ര ഡ്രാമ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു വഴക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ലൈവിലാണ് കാണിച്ചത്, ഇതിൽ കാണിച്ചിട്ടില്ല, എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ ഗിസയിലും ഇവരെല്ലാരും കൂടി ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്ന ടൈമില് സരിക വന്നിട്ട് പറയുന്നുണ്ട്. അതായത് ഓവന്റെ ഡോർ അനീഷ് തുറന്നിട്ടേക്കായിരുന്നു, അത് അടച്ചിട്ടില്ല. അപ്പം സരിക വന്നിട്ട് പറയുന്നുണ്ട് ആ ഡോർ ഒന്ന് അടയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഞങ്ങളുടെ ടീമിലുള്ളത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയുന്നത്. വെറുതെ, അതായത് ചുമ്മാ ചൊറിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള രീതി തന്നെയാണ് കേട്ടോ. ചൊറിയെന്ന് മാത്രമല്ല, അനീഷിനെ ഒന്നും പറയുന്ന കുറ്റമായിട്ട് പുള്ളിക്കാരെല്ലാം എടുക്കുന്നത്. എന്ത് പറഞ്ഞാലും അത് കുറ്റമായിട്ട് എടുക്കുകയാണ്. അത് പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്നുമില്ല, തിരിച്ചങ്ങ് ചൂടാവുകയാണ്. അതാണ് ഇവിടെ പ്രശ്നം.
അപ്പോ അതിന്റെ പേരിൽ ഈ സരിക എടുത്ത് അനീഷ് ഇടുന്ന അനീഷിന്റെ ഒരു കാര്യം അറിയാലോ, പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ സരിക പറഞ്ഞത് ഞാൻ കണ്ടുകൊണ്ടല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ അനീഷന് അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കാൻ നിന്നിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശരത്ത് ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് അതിന് ഞങ്ങൾ കാണുന്ന കാര്യം ഞങ്ങൾ പ്രതികരിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് അത് അടയ്ക്കാൻ പറഞ്ഞതല്ലല്ലോ ഇത്ര വലിയ പ്രശ്നം, ഇതിപ്പം കാണുന്ന ഒരാൾക്ക് നമുക്കത് പറയാലോ, നീ കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ, നീ അല്ലേ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞ അനീഷിനോട് ചോദിക്കുമ്പം ഈ അനീഷ് പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞിരുന്നിട്ട് ഭയങ്കര വഴക്കായി. അത് പിന്നെ അപ്പാനിയും നമ്മുടെ അനീഷും തമ്മിലുള്ള ഒരു വലിയ വഴക്കായിട്ടൊക്കെ അത് മാറുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ അതായത് അപ്പാനിയും അനീഷും തമ്മിലുള്ള വലിയ വഴക്ക് പോലെ ഇത് വന്ന് ഇതിന്റെ ഇടയ്ക്ക് ഇപ്പുറം ഷാനവാസും നിന്ന് പറയുന്നുണ്ട്. കാരണം ഷാനവാസ് ആണല്ലോ നമ്മുടെ ഹൗസിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ബിന്നി അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വിശക്കുന്നു, എനിക്ക് ഫുഡ് വേണം എന്നിങ്ങനെ ബിന്നി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അനീഷ് വായു വശിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വായു വശിക്ക് എന്ന് പറഞ്ഞു. അപ്പം ബിന്നി ചോദിച്ചു അങ്ങനെ വായു വശിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാ ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്ന കിച്ചണിൽ ഇരിക്കുന്ന ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു വഴക്ക് വീണ്ടും തുടങ്ങുന്നു ബിന്നിയായിട്ട് അനീഷ്. അതെ, ബിന്നി ഇപ്പൊ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരൻ വേറെ രീതിയിലാണ് എടുക്കുന്നത്. അനീഷിന്റെ ഒരു നെഗറ്റീവ് അതാണ്. ചില കാര്യങ്ങളിലൊക്കെ നല്ല ഗെയിമൊക്കെയാണ്, കാര്യങ്ങളൊക്കെ മൈൻഡ് ഗെയിമും അല്ലാതെയൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളും മിക്ക കാര്യങ്ങളിലും കളി ഇച്ചിരി മോശമാണ്. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുമ്പം നമ്മുടെ ബിന്നി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ഉറക്കം സംസാരിക്കുകയാണെങ്കിൽ ഫുഡിൽ തുപ്പല് വീഴും എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാനവാസ് എന്ന് പറയുന്നത് നിങ്ങള് അത് ഷാനവാസ് വളരെ മര്യാദക്കാണ് കേട്ടോ വന്ന് പറയുന്നത്, ഇങ്ങനെ തുപ്പല് വീരും നിങ്ങൾ സംസാരിക്കാതെ കുക്ക് ചെയ്യാൻ നോക്കൂ. കാരണം നമ്മുടെ വീട്ടിലാണക്കല്ല നമ്മള് പുറത്ത് ആൾക്കാർക്ക് കുക്ക് ചെയ്ത് കൊടുക്കുമ്പോ അപ്പൊ നമ്മുടെ തുപ്പല് വിയർപ്പ് ഇതൊക്കെ ചിലർക്ക് പ്രശ്നമാണ്. ഹൈജീൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മള്. അപ്പോ ഇത് ഷാനവാസ് വന്ന് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് അക്ബർ വന്നിട്ട് പറയുന്നുണ്ട് അല്ലല്ല അനീഷ് ഉടഞ്ഞ നീന്റെ കാര്യം നോക്കി പോടാന്ന് പറയും. അതെ, അപ്പൊ അക്ബർ തിരിച്ചു പറയുന്നുണ്ട് ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരുന്ന് തന്നെ കുക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് ഇത് ലൈവിൽ കാണിക്കുന്നുണ്ടായിരുന്നു നീ അല്ലേ ക്യാപ്റ്റനായിട്ട് അനീഷിനെ എടുത്തേ എന്നും പറഞ്ഞിട്ട് ഷാനവാസും അക്ബറും തമ്മിൽ ഒരു അടിയാവുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒണിയൽ വരുന്നുണ്ട്. ഒണിയലും അക്ബറും ഷാനവാസും കൂടെ അടിയാവുന്നതിന്റെ ഇടയ്ക്ക് ശരത്ത് അക്ബറിന് പറയുമ്പോൾ നമ്മുടെ ശരത്ത് കയറി വരുമല്ലോ, അങ്ങനെ നമ്മുടെ ശരത്ത് കയറി വരുന്നു. അങ്ങനെ ശരത്തും ഷാനവാസായിട്ട് അടിയാവുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അക്ബർ നമ്മുടെ ഒനിയലിനെ മോശമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്, മൈ വെച്ചിട്ടൊരു ചീത്ത വിളിക്കുന്നുണ്ട്. അങ്ങനെ ഷാനവാസും ഒനിയലും കൂടി ബിഗ് ബോസിന്റെ അടുത്ത് പരാതി പറയുന്നുണ്ട്. ഓൾറെഡി നേരത്തെ രേണുസുതിക്കെതിരെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ വാണിംഗ് കിട്ടിയതാ. ഇപ്പൊ വീണ്ടും ഇതണക്ക് ചീത്ത വിളിച്ചതിന്റെ പേരിൽ പുറത്താക്കണമെന്നും പറഞ്ഞിട്ട് ചെന്ന് ബിഗ് ബോസിൽ പറയുന്നുണ്ട്. ഈ ചെറിയ ഇതിനൊക്കെ പുറത്താക്കാനാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊന്നും ആരും കാണത്തില്ല. പക്ഷേ ഇത് ഇത്രയും സംഭവിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ അക്ബർ പറയുന്നത് നിന്നെ അങ്ങനെ തന്നെ വിളിക്കൂ, നിന്നെ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. അതെ, അവിടെ ഭയങ്കര വഴക്ക് നടന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശരത്തും അക്ബറും കൂടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സംസാരിക്കുമ്പോഴും ശരത്ത് പറയുന്നുണ്ട്, അത് ശരത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അഭിലാഷിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, നല്ല പിള്ള കളിക്കുവാണ് എന്ന് പറയുമ്പോ അക്ബർ അത് ഈ വഴക്കിൽ അഭിലാഷ് കയറി വന്നില്ല, അതിന്റെ ഒരു ഇതാണ് പറയുന്നതെന്ന് തോന്നുന്നു, നല്ല പിള്ള കളിക്കുവാണ്. അതെ, അപ്പം അക്ബർ പറയുന്നുണ്ട് അബി ന്യൂട്രൽ ആണ്, അതായത് അഭിലാഷ് ന്യൂട്രൽ ആണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തന്നെ ഈ അക്ബർ ഇതിന്റെ കൂട്ടത്തിൽ പറയാ എന്റെ വായിൽ നിന്നുമാണ് അവൻ വേണോന്ന് വെച്ച് പറഞ്ഞത്, ഞാനിപ്പോ പെണ്ണാൻ വ്യത്യാസമില്ലാതെ എന്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ ആ ഒരു വേർഡ് വിളിച്ച് തന്നെയൊക്കെ സംസാരിക്കുന്നത്, അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവന് അർഹതപ്പെട്ടതേ കൊടുത്തിട്ടുള്ളൂ. അത് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതിനൊക്കെ ഒരു പ്രോഗ്രാമിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിന്റേതായ ഒരു മാനസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ക്യാരക്ടറൊക്കെ റിവീൽ ആവുന്ന ഒരു ഷോയാണ്. അത് നോക്കി കളിക്കണം. അതെ, അവന് അർഹതപ്പെട്ടതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഇപ്പൊ മിഡ് വീക്ക് ശരത്ത് പറയുന്നുണ്ട് മിഡ് വീക്ക് എവിക്ഷനുള്ള അവനെ പുറത്താക്കണം, അതായത് നമ്മുടെ ഒണിയലിനെ പുറത്താക്കണമെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതേ മിഡ് വീക്ക് എവിക്ഷനിൽ അവനെ പുറത്താക്കിയിട്ട് എനിക്ക് അവന്റെ മുമ്പിൽ കൂടി ഒരു ചായ കുടിച്ച് നടക്കണം. അക്ബർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്താക്കുമ്പോ ഒരു ചായ കുടിച്ചിരിക്കണം, അതേപോലെ അപ്പാനിക്ക് കാലുമേ കാല് കയറ്റി ഇരിക്കണമെന്ന് ഷാനവാസ് പുറത്ത് പോകുമ്പോ. അതെ, ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഷാനവാസും അക്ബറും ഒണിയലും കൂടെ പ്രശ്നം നടക്കുമ്പോൾ നമ്മുടെ ആര്യൻ ഇതിന്റെ ഇടയിൽ ഇടപെട്ടിട്ട് കുറച്ചൊന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒണിയലും ആര്യനും കൂടെ ഒക്കെ ഷേക്കാനൊക്കെ കൊടുത്ത് അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയിട്ട്, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിൽ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ ടാസ്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത്
മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക് ആയിരുന്നല്ലോ. അപ്പൊ അത് ബിഗ് ബോസ് പറയുന്നുണ്ട് മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ആണ് എന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ടാസ്ക് എങ്ങനെയാന്ന് വെച്ചാല് ഒരു 2 പേരെ പുറത്താക്കുന്ന ഒരു ടാസ്ക്, അതായത് പുറത്തു കൊണ്ടുപോകുന്ന ഒരു ടാസ്ക് ആണ്. അപ്പൊ ഇതില് ഓരോ എവിക്ഷൻ അല്ല, സസ്പെൻഷൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് എവിക്ട് ചെയ്യുന്ന, ഇത് സസ്പെൻഷൻ ആണ് എന്ന് വെച്ചാൽ താൽക്കാലികമായി 2 പേരെ ഇവിടുന്ന് മാറ്റി നിർത്തിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഓരോരുത്തർക്കും ടോട്ടൽ 6 പേരെയാണല്ലോ നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇതിൽ ഓരോരുത്തർക്കും 500 പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും കിട്ടുന്നത്. ഇതൊക്കെ ഇവർക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. അതായത് പണിപ്പുരയിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചാല് താൽക്കാലികമായി 2 പേരെ പുറത്തു കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതില് ഇവർക്ക് ഡെഡ് സോൺ ആണ് എന്നാണ്, ഡെഡ് സോണിലാണ് കൊണ്ടുപോകുന്നതെന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത്. അവിടെ ക്യാമറയോ സൗണ്ടോ ഉണ്ടാകില്ല, പരസ്പരം ഒരാള് സംസാരിക്കാനോ ഒന്നും ഉണ്ടാവില്ല, വെറും ശൂന്യമായ ഒരിടത്ത് കൊണ്ടുപോയി ഇരുത്തൂന്നാണ് പറയുന്നത്. ഇതില് ഇവരുടെ മുഖവും ഇവരുടെ ഒരു ഫേമസ് ആവാനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ബിഗ് ബോസിൽ വരുന്നത്. പക്ഷേ ഈ ഒരു സസ്പെൻഷൻ ടൈമില് ഇവരുടെ മുഖമോ അല്ലെങ്കിൽ ഇവരുടെ സൗണ്ടോ ഒന്നും നമ്മുടെ ലൈവിലോ അല്ലെങ്കിൽ ഷോയിലോ അതോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലോ കാണിക്കില്ല. പിന്നെ ഇവർക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണെങ്കിലും നമ്മുടെ ആൾക്കാർ, അതായത് അകത്തുള്ളവർ തന്നെ തീരുമാനിക്കണം. അതൊക്കെ ഓരോ ടാസ്ക് വെച്ചിട്ടായിരിക്കും. അപ്പം പുറത്തു പോകുന്നത് 2 പേരാണ്. അപ്പൊ 2 പേർക്കിൽ ഒരാൾക്ക് 500 പോയിന്റ് വെച്ചിട്ട് 1000 പോയിന്റ് ആണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും, അതായത് ഈ 2 പേര് ഔട്ട് ആവുന്നതും അവരെ തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അതായത് വീട്ടിലുള്ളവരുടെ കയ്യിലാണ് എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത്. ഇത് 2 പേരെയും മാറ്റി നിർത്തുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് ലൈവിൽ ഒന്നും കാണത്തില്ല. നമ്മള് ഈ ഫേസ് അങ്ങ് മറന്നു പോകും. ആ ഒരു നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്നുള്ളൂ ഈ ഷോയുടെ പ്രത്യേകത അതാണ്. ഇത് 2-3 ദിവസം മാറ്റി നിർത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ആള് ഇല്ല എന്നുള്ള രീതിയിലേക്ക് മൈൻഡ് മാറുവാണ്. അപ്പൊ മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തേക്കുന്ന കാവലാൾ എന്നൊരു ടാസ്ക് ആണ്. അതെന്ന് പറയുന്നത് ഈ മിഡ് വീക്ക് സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള ഈ 6 പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് 2 പേര് വെച്ച് കളിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ 6 പേര് ബാക്കിയുള്ളവരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. ആ 2 പേരായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് കളിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെലക്ട് ചെയ്യുന്നവർ ചിലപ്പോൾ ചതിക്കാം, ചിലപ്പോൾ രക്ഷിക്കാം. അപ്പൊ നോക്കി വേണം അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ബസർ ടു ബസർ ആണ്. അങ്ങനെ അവർ സെലക്ട് ചെയ്തേക്കുന്ന പറഞ്ഞാല് രണ സെലക്ട് ചെയ്തേക്കുന്നത് ഗിസേലിനെ ആര്യനെയാണ്. അതേപോലെ ഷാരിക സെലക്ട് ചെയ്തേക്കുന്നത് ബിന്നി ആദിൽ നോറ. ഒനിയൽ സെലക്ട് ചെയ്തേക്കുന്നത് ഷാനവാസ് അക്ബർ. അനീഷ് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പാൻ ശരത്തും അനൂനെയാണ്. സരിക സെലക്ട് ചെയ്തേക്കുന്ന അഭിലാഷ് നെവിനെയാണ്. അതേപോലെ രേണുസുതി സെലക്ട് ചെയ്തേക്കുന്നത് ബിൻസി ശൈത്യയാണ്. ഇല്ല, എനിക്ക് തോന്നുന്നു ഷാരിക നല്ല ആദിൽ നോറ ഒരുമിച്ച് അല്ലേ സെലക്ട് ചെയ്തത് ഒരു നല്ലൊരു ഐഡിയ. പക്ഷെ അതൊരു ഫെയർ ആയിട്ട് തോന്നുന്നില്ലല്ലേ. അപ്പൊ ഇവരുടെ ഈ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഷാനവാസിനോട് അനു പറയുന്നുണ്ട് ഗിസയിൽ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് കൊടുത്തതല്ല, അല്ലാതെ ഇടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആളെടുത്ത് അത് ചോദിക്കാന്ന് പറഞ്ഞ് ഷാനവാസ് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗിസയിൽ പറയണു ഗിസയിലെ ഡ്രസ്സ് കീറിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട് ഡ്രസ്സ് കീറിയാലും വേറെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗിസയിൽ പറയുന്നുണ്ട് അതിപ്പോ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നീളം കുറവല്ലേ, ഹൈറ്റ് കുറവല്ലേ, എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്കത് പ്രശ്നമാവും എന്ന് പറയുമ്പോൾ നമ്മുടെ അനു പോയി കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും സമാധാനിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഹൈറ്റിനെ വെച്ചാണ് പറഞ്ഞേക്കുന്നത്. അത് അനുവിന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അതായത് ഗിസയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് അനുവിന് അവിടെ ഉള്ളവർക്കും ഗിസയിലിനോട് അസൂയ കൊണ്ടായി ഇങ്ങനെ പറയുന്നതെന്നാണ് ഗിസയിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഒന്നും ഇടാതെയൊക്കെ ഇരുന്ന് ഇത്ര സാക്രിഫൈസ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഗിസയിൽ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശരിയല്ലല്ലോ. അപ്പൊ അവർ അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഗിസയിലിന് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മുടെ ബിഗ് ബോസ് വീണ്ടും പറയുന്നുണ്ട് ആരെങ്കിലും കയ്യില് ബാഡ്ജ് ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊടുത്തയക്കണം എന്ന് പറയുമ്പോഴും ഗിസയില് പറയുന്നുണ്ട് എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ ആളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ആള് ഇതുവരെ 3rd വാർണിംഗ് കൊടുത്തിട്ടും ആള് ഇതുവരെ അത് അനുസരിക്കുന്നില്ല. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അവരോട് ഒരു പൊട്ടത്തരം കാണിക്കുന്ന, അതായത് അവരൊക്കെ ഒരുമാതിരി പൊട്ടരായി നിൽക്കുന്ന രീതിയാണല്ലോ. ഈ ആഴ്ചയും ചിലപ്പം ലാലേട്ടൻ വന്നിട്ട് നല്ല കൊട്ടു കൊടുക്കുമെന്ന് തോന്നുന്നു. എത്ര പറഞ്ഞാലും പുള്ളിക്കാരി അത് റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല.
അത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി അടിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ഇനി ഇങ്ങനെയുള്ളവരെ ഇതിപ്പോ രണ്ടാമത്തെ ആഴ്ച ആവുന്നില്ല, ഇത്രയും വാണിംഗ് കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങ് പുറത്താക്കുക, അത്രേ ഉള്ളൂ. അതായത് ഗിസേലിനോട് ഇവർ ഇതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ കുശിപ്പ് കൊണ്ട് പറയുന്നു എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് ഗിസേൽ പറയുന്നത്. ഗിസേലിന് ഒട്ടും മേക്കപ്പ് ഇടാതെ അവിടെ ഇരിക്കാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഇത് പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പോണം. അല്ലാതെ റൂൾ ഏത് നേരം ബ്രേക്ക് ചെയ്തിട്ടില്ല, സാധനങ്ങൾ കൊടുത്തിട്ടില്ല, ഇപ്പോഴും മേക്കപ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ കട്ടി കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡ്രസ്സിന് ആള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നറാണ് ഞാൻ ഇട്ടേക്കുന്നത്, ഇത് എനിക്ക് തന്ന ഡ്രസ്സ് കീറിപ്പോയോണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് അനു പറയുന്നുണ്ട്, ഇവിടെ അതിനു വേണ്ടി വലിയ ടാസ്ക് ഒന്നും തന്നിട്ടില്ലല്ലോ ഡ്രസ്സ് കീറാൻ വേണ്ടിയിട്ട്, ഇത് ആള് മനഃപൂർവ്വം കീറിയതാണ് എന്നൊക്കെയുള്ള കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പിഞ്ചി പോയതാണെന്നാ പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ ചിലപ്പോ മിക്കവാറും കീറിയതാവനെ വഴിയുള്ളൂ ഗിസേലിന്റെ സ്വഭാവം വെച്ചിട്ട്. അതെ, അപ്പോ ഇതൊക്കെയാണ് അവിടെ നടന്നത്. ഇതിന്റെ ഇടയിൽ നമ്മുടെ നെവിൻ തക്കാളിയോ എന്താണ്ടൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ജ്യൂസ് പോലെ കുത്തി എടുത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നൂറ വരുന്നുണ്ട്. അപ്പൊ നൂറയ്ക്കും കുറച്ച് കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ അതിന്റെ ഇടയ്ക്ക് അതൊക്കെ ഇരുന്ന് കഴിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പുള്ളിക്കാരന്റെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട്, രസമുണ്ട് കാണാൻ. ഇനി അടുത്തൊരു ടാസ്ക്, അപ്പൊ ഇവരുടെ ഒരു മിഡ് വീക്ക് സസ്പെൻഷന്റെ ടാസ്ക് വരുന്നുണ്ട് കേട്ടോ. ടാസ്കിന്റെ പേരെന്ന് പറഞ്ഞാൽ കോയിൻ വേട്ട എന്നുള്ളതാണ് ഒരു ടാസ്ക് വരുന്നത്. അപ്പോ ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാല് ഈ ആക്ടിവിറ്റി ഏരിയയിൽ ഓരോ മഡ് പിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് നിറച്ച് കോയിൻസ് ആണ്, ഫുള്ള് ചെളി ആയിരിക്കും കേട്ടോ. പിന്നെ നല്ല സൂപ്പർ ചെളി, നല്ല രസമുണ്ട് കാണാൻ. ഈ 6 പേർക്കും ഓരോ ട്രഷർ ബോക്സസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ 6 ടബ് ഉണ്ട്, അതിൽ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ വെള്ളത്തിൽ കുറെ കീ ഇട്ടിട്ടുണ്ട്, കോയിൻസും കാര്യങ്ങളും അല്ല വെള്ളത്തിൽ കീ ആണ്. അതേപോലെ ഈ മഡിനകത്ത് നിറച്ച്, അതായത് ഈ ചെളിയിൽ ഫുള്ള് കോയിൻസും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരാള് ടബിന്റെ അടുത്ത് നിൽക്കണം, മറ്റൊരാള് ട്രഷർ ബോക്സ് കോയിൻസ് എടുക്കണം എന്നുള്ള രീതിയാണ് കേട്ടോ. അപ്പൊ ഈ ടബിലുള്ള വെള്ളത്തിൽ നിന്ന് കീ എടുത്തിട്ട് മറ്റേ ആൾക്ക് എടുത്ത് കൊടുക്കണം, പൂട്ട് തുറന്ന് എടുത്ത് കൊടുക്കണം. അങ്ങനെ പൂട്ട് തുറക്കുമ്പോഴത്തേക്കും കുറെ സേഫ്റ്റി ഗാർഡ്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പ്രഷർ അടിക്കുന്ന ടൈമിലായിരിക്കണം ഈ ട്രഷർ ബോക്സിന്റെ കീ എടുത്തിട്ട് ആള് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് മൊത്തം ഈ സേഫ് ഗാർഡ് ആയിരിക്കും ഉള്ളത്, സേഫ്റ്റി ഗാർഡ് ആണ് ഉള്ളത്. അതെല്ലാം ഇട്ടിട്ട് നേരെ മഡിലോട്ട് ചാടി മൊത്തം തപ്പി എടുക്കണം, ഇതാണ് രീതി. അപ്പം ബാക്കിയുള്ളവരെല്ലാം ആദ്യമേ കീ ഒക്കെ തുറന്ന് കയറി. പക്ഷെ അനീഷിന്റെ അനുവും അപ്പാനിയായിരുന്നു, അത് കീ കുറെ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്, ലേറ്റ് ആയിരുന്നു അവർക്ക് കിട്ടാൻ. ഏറ്റവും അവസാനം അവരാണ് ഇറങ്ങിയത്. ഈ ടാസ്ക് ബാലൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇവർക്ക് ഒരു 6 മിനിറ്റ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ 6 നോമിനേറ്റ് ആയവരുണ്ടല്ലോ, അവർ നിന്ന് ചിയറപ്പ് ചെയ്യണം മറ്റുള്ളവരെ. അപ്പൊ അവരാണ് ഈ ഗെയിം കളിക്കുന്നത്. ബസർ ടു ബസർ റൗണ്ട് ആണ്, 6 മിനിറ്റ്. അതായത് അപ്പൊ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആളായിരിക്കും വിജയിക്കുക. ടാസ്ക് നല്ല ആക്റ്റീവായിട്ടാണ് എല്ലാരും കളിച്ചത്. ഞാൻ പറഞ്ഞ പോലെ അനു ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ബാക്കിയുള്ളവരെ ആദ്യമേ ആര്യനൊക്കെ മാന്തി പറിക്കുന്നുണ്ടായിരുന്നു ചെളിക്കകത്ത് കയറുന്നു. അങ്ങനെ ദേഹത്ത് മൊത്തം പിന്നീട് അവരുടെയൊക്കെ ദേഹത്ത് തെറിക്കുന്നുണ്ട്. പക്ഷെ കളിയാകുമ്പോൾ ഒരു സ്പിരിറ്റിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിയും തെറിയുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ബിന്നിക്കൊക്കെ ആദ്യമേ കിട്ടി. അങ്ങനെ കുറെ കോയിൻ ബിന്നിക്കല്ല, ബാക്കിയുള്ളവർക്കെല്ലാം ആദ്യമേ കിട്ടിയായിരുന്നു. അങ്ങനെ പക്ഷെ അനുവിന് ലേറ്റ് ആയിട്ടാണ് ചാടിയെങ്കിൽ ആദ്യത്തെ ഒരു 2-3 കോയിൻ പെട്ടെന്ന് കിട്ടി. ഇവർക്ക് ശരത്താണ് കോയിൻ എടുക്കേണ്ടത്, അല്ല ഈ കീ എടുക്കേണ്ടത്. പക്ഷെ കീ കിട്ടാൻ ഭയങ്കര ലേറ്റ് ആയിട്ടോ. മനഃപൂർവ്വം ഒന്നുമല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മുടെ ശരത്തും അനുവും ചെയ്തായിരുന്നു അത്. പക്ഷെ പിന്നെ സേഫ് ഗാർഡ് ഇടുന്നതും അവര് ഓരോന്നായിട്ട് ഇട്ടു. അങ്ങനെ കുറെ ടൈം. ഇതില് കോമഡി എന്താന്ന് വെച്ചാല് നമ്മുടെ അനീഷാണ് കേട്ടോ ശരത്തിനെ അനുവിനെയും തെരഞ്ഞെടുത്തേക്കുന്നത്. അനീഷിന് സപ്പോർട്ടീവ് ആയിട്ടാണ് ഇവര് കളിക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, അനീഷിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത 2 ആൾക്കാരാണ് ഇത്. അതേപോലെ നമ്മുടെ ഓണിയല് രാവിലെ വൈകിട്ട ഓണിയലിനെ തെറി വേറെ വിളിച്ച അക്ബറിനെയാണ് സഹായിയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. കൂടെ ഷാനവാസ് പിന്നെ ഓണിയലിന്റെ സൈഡ് ആണല്ലോ. അല്ല, അതെന്താന്നറിയോ, ഗെയിം വരുമ്പോഴത്തേക്കും അവർ ആ ഗെയിം കളിക്കാനുള്ള കപ്പാസിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ ഈ പേഴ്സണൽ ഗ്രഡ്ജ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഗെയിം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അല്ല, ഇതിപ്പോ വേണമെങ്കിൽ ചിലപ്പോ ഒരു ട്രിക്ക് ആവാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും ഈ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഗെയിം എന്താണ് എന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ല. അപ്പോ സേഫ് ആയിട്ടുള്ള ആൾക്കാരെ അടുത്ത് നിർത്താം. അതായത് ഇപ്പോ അക്ബറൊക്കെ വേറെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അനീഷിനൊക്കെ ഔട്ടാക്കാൻ നോക്കൂ എന്നുള്ളൊരു, അതായത് ഒണിയലിനെ ഔട്ടാക്കാൻ നോക്കൂ, അല്ലെങ്കിൽ ശരത്ത് വേറെ പോയി കഴിഞ്ഞാൽ അനീഷിനെ ഔട്ടാക്കാൻ നോക്കൂ എന്നുള്ളൊരു പേടിയാണ്. ഇതിപ്പോ സപ്പോർട്ടറായിട്ട് ഇവർക്കെതിരെ ഉള്ളവരെ തന്നെ നിർത്തി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇവര് നെഗറ്റീവായിട്ട് ഇവർ പുറത്താക്കാൻ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ അത് നെഗറ്റീവ് ആക്കി എടുക്കും, ഇവർക്ക് നെഗറ്റീവ് ആകും എന്ന് അറിയാവുന്നത് കൊണ്ട് ഈ ശരത്താണെങ്കിലും അക്ബർ ആണെങ്കിലും ഒന്നും നെഗറ്റീവായിട്ട് ഗെയിം കളിക്കാൻ നിൽക്കില്ല. മാക്സിമം അവർ എഫേർട്ട് എടുത്തിട്ട് ചെയ്യാനേ നിൽക്കൂ. കാരണം ഇല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ ഇവര് നെഗറ്റീവ് ആകും എന്നുള്ള അറിയാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിൽ ബുദ്ധിപരമായിട്ട് തെരഞ്ഞെടുത്തതും ആവാം കേട്ടോ.
അപ്പൊ അത് നല്ലൊരു പോയിന്റ് ആണ്. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോയിൻസ് കിട്ടിയേക്കുന്നത് അനീഷിനാണ് ഏറ്റവും കുറഞ്ഞ കോയിൻസ് കിട്ടിയിരിക്കുന്നത്. അനീഷിന് 3 കോയിൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒണിയലിന് 12 കോയിനാണ് കിട്ടിയിരിക്കുന്നത്. രേണുവിന് 13 കോയിൻ കിട്ടിയിട്ടുണ്ട്. രണ ഫാത്തിമയ്ക്ക് 15 കോയിനും ഷാരികയ്ക്ക് 9 കോയിനും സരികയ്ക്ക് 14 കോയിനുമാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പൊ ഇത് ബിഗ് ബോസ് ഇത് പോയിന്റ് ആയിട്ട് മാറ്റിയായിരുന്നു അല്ലേ? ഇത് പോയിന്റ്, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഇത് ഇവർക്ക് പോയിന്റ്സ് ആയിട്ട് കൊടുത്തന്നെ. അതിൽ കൂടുതൽ കിട്ടിയേക്കുന്നത് രണയ്ക്കാണ്. അത് 6 പോയിന്റ് കിട്ടിയായിരുന്നു. സരികയ്ക്ക് 5 പോയിന്റ്, രേണുവിന് 4 പോയിന്റ്, അതേപോലെ ഒനിയലിന് 3 പോയിന്റ്, ഷാരികയ്ക്ക് 2 പോയിന്റ്, അനീഷിന് 1 പോയിന്റ്. ഇങ്ങനെയാണ് പോയിന്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ റണ ഫാത്തിമയ്ക്കും ഏറ്റവും കുറവ് അനീഷിനും ഷാരികയ്ക്കുമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പം 2 പേര് പോകുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവര് അനീഷും ഷാരികയായിരിക്കും. അല്ല, ഇനിയും അപ്പൊ ടാസ്ക് കാണുമായിരിക്കുമല്ലോ. ശരി, 2-3 ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതെ, അപ്പൊ അതൊക്കെ നോക്കിയിട്ടായിരിക്കും പോയിന്റ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അനീഷ് അവസാനം പറയുന്നുണ്ടായിരുന്നു, തെരഞ്ഞെടുത്ത അനുവും അപ്പനും നല്ല രീതിക്ക് ഗെയിം കളിച്ചിരുന്നു. ഹൃദയത്തിൽ തൊട്ട് തന്നെ അനീഷ് പറഞ്ഞത്. കാര്യം നമുക്ക് കാണുമ്പോഴേ അറിയാം അവർ നല്ല രീതിക്ക് എഫേർട്ട് എടുക്കാൻ നോക്കിയിരുന്നു. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ കീ കിട്ടാതായി. അത് മനു ആണെങ്കിൽ ഈ സേഫ്റ്റി ഗാർഡ് എല്ലാം എടുത്തിട്ടിട്ട് വേണം ആ ചെളിയിലോട്ട് ഇറങ്ങാനുണ്ട്. പക്ഷെ അനു വെപ്രാളത്തിന് ഇതൊന്നും ഇടില്ല. ആദ്യം ഇറങ്ങി തിരിച്ചു കയറി കയ്യിൽ ചെളിയിലോട്ട് ചാടുന്നതാണ് വല്ല മാക്രി പാടത്തോട്ട് ചാടുന്നതാണ് കേട്ടോ. അത് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഓരോന്ന് കിട്ടി കിട്ടി ഇത് പറഞ്ഞ് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലവേഴ്സിലെ മറ്റെന്തോ പരിപാടി, എന്തോ സ്റ്റാർ മാജിക് കിടന്ന് ടാസ്ക് ചെയ്ത ടീമുകളല്ലേ. അങ്ങനെ നമ്മുടെ അനീഷും ഈ സരികയും ഒക്കെ കൂടി ഒന്ന് സംസാരിക്കുമ്പോ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടോ, മാരേജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ മാരേജിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല, എനിക്ക് പ്രപ്പോസൽ ഒരുപാട് വന്നിട്ടുണ്ട്, എനിക്ക് അതൊന്നും വേണ്ട. അപ്പൊ എന്നിട്ട് നമ്മുടെ എല്ലാരും അപരിചിതരല്ലേ, നമ്മളെല്ലാരും അപരിചിതരല്ലേ എന്ന് ചോദിക്കുമ്പോ സരിക പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണല്ലോ പരിചിതത ആവുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ടോക്ക്. പിന്നെ ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ട്. ഇവർ ഈ ഗെയിം എല്ലാം കഴിഞ്ഞിട്ട് ചെളിയായിട്ട് വാഷ്റൂമിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ ആര്യന്റെ അടുത്ത് ചൂടാവുന്നുണ്ടായിരുന്നു, ഈ ചെളി എന്തിനാ വാരി എല്ലാവരുടെ ദേഹത്ത് എറിഞ്ഞ എന്നുള്ള രീതിയിൽ. അപ്പം ഒരു കളിയാകുമ്പോഴത്തേക്ക് ഒരു ആ സ്പിരിറ്റിലൊക്കെ ചാടി ഓടെയും അങ്ങനെയൊക്കെ ചെയ്തതാണ്. അത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ടത്. ടാസ്ക് കളിക്കാനല്ലേ വരുന്നത്. ചെളിയിൽ വീണല്ലോ, പിന്നെ ഇത്തിരി ചെളി ഒരാൾ എറിഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ അത് അങ്ങനെ തൊട്ടനും പിടിച്ചനൊക്കെ ഇങ്ങനെ ഇതും ഹൈജീനിന്റെ പ്രശ്നവും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഗെയിമിലാണെങ്കിലും ഇപ്പൊ പുള്ളിക്കാരി ചെളി ഇറങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേണുവും ഷാരികയും കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് അക്ബറിന് രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിൽ മാപ്പ് കൊടുക്കും. അപ്പം ഷാരിക പറയുന്നുണ്ട്, എന്നെയാണ് അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നിട്ട് ഇവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോ നേരെ നമ്മുടെ അക്ബർ ഒരു ഹാർട്ട് ഷേപ്പിലെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവന്ന് രേണുവിന് കൊടുക്കുന്നുണ്ട്. അത് ഈ അക്ബർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞായിരുന്നല്ലോ, രേണുവിനെ കൺവിൻസ് ചെയ്തു മാപ്പ് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ പേരിലാണ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആള് കൊണ്ടുവരുന്നത്. കുറെ പാട്ടൊക്കെ പാടി കൊടുത്തെന്നോ പറയുന്നുണ്ട്. പാട്ടും പാടി കൊടുത്ത് കുറെ സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്ത് അത്ര അങ്ങോട്ട് അടുത്തില്ല രേണു. പിന്നെ ഇത് കൊടുത്തിട്ടും പുള്ളിക്കാരി ഈ ചപ്പാത്തി എല്ലാം കൂടി എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവർക്കും മുറിച്ച് കൊടുക്കുക ചെയ്തിട്ട് കൺവിൻസ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കഴിച്ചോളൂ ആള്. അതൊക്കെ ചിലപ്പോ അത് നല്ല കൊണ്ടാണ്, അതായിരിക്കും ഇപ്പോഴും മാറാത്തത്. അത് ഇപ്പുറത്തെ അക്ബർ എന്ന് പറഞ്ഞു, ഞാൻ പാട്ടുപാടി കൊടുത്തു, ഞാൻ ചപ്പാത്തി കൊടുത്തു, എന്നിട്ടും വലിയൊരു മാറ്റം ഇല്ല. അതായത് ഷാനവാസൻ അറിയില്ല ഇനിയിപ്പോ ഉള്ളില് പേരിലൂടെ കലിപ്പ്, അക്ബറിന് ഇനി കലിപ്പ് കയറി ഇരുന്നിട്ട് ഇനിയിപ്പം ഇത് ഓൾറെഡി ആൾക്ക് നെഗറ്റീവ് ആയി പോയല്ലോ, ഇനിയിപ്പോ അത് കാണിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഭയങ്കര സൗമ്യമായിട്ട് ചിരിച്ചിരുന്നൊക്കെ ആള് പറയുന്നതാണ് കേട്ടോ. പിന്നെ അക്ബറിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ലൈവ് കണ്ടതൊക്കെ മനസ്സിലാവും, അക്ബർ ഭയങ്കര ഒരുമാതിരി ആയിരുന്നു കേട്ടോ. അത് ആ ലൈവിന് താഴെ തന്നെ കമന്റ്സിൽ വരുന്നതിലും എഴുതിയിട്ടുണ്ട്, അക്ബർ കുറച്ച് ഓവറാണ്, അല്ലെങ്കിൽ അക്ബർ അതെ എപ്പോഴും ഒരാളുടെ എല്ലാം ഇമോഷൻസ് ഒക്കെ എല്ലാവർക്കും വരും, ദേഷ്യം വരും, ഇറിറ്റേഷൻ വരുമ്പോ പ്രശ്നങ്ങൾ വരും, എല്ലാം ശരിയാണ്. പക്ഷെ ഇതൊരു ബിഗ് ബോസ് ആണ്. ഇവിടെ കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് കൂടുതലും ഫാമിലി ഓഡിയൻസ് ആയിരിക്കും കാണുന്നത്. അപ്പോ നമ്മുടെ കുറച്ച് നല്ല ഭാഗങ്ങളും കൂടെ അവരെ കാണിക്കാൻ നോക്കണം. അല്ലാതെ ഏത് നേരവും ഇറിറ്റേഷനായി വഴക്കിട്ട് എല്ലാരും പുച്ഛിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടില്ല. അപ്പൊ കുറച്ചൊക്കെ ഒരു പോസിറ്റീവ് കാര്യങ്ങളും കൂടി കാണിക്കുക. പോസിറ്റീവ്
പോസിറ്റിവിറ്റി ആണല്ലോ എപ്പോഴും സ്പ്രെഡ് ചെയ്യാൻ നിൽക്കേണ്ടത്. അതെ, അപ്പൊ കുറച്ചൊക്കെ ഒന്ന് നല്ല രീതി ആവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ അഭിലാഷ് ആണെങ്കിലും സെയിം കാര്യം തന്നെ പറയാനുള്ളത്. അഭിലാഷിനെ ഞാനിപ്പം ഇന്ന് രാവിലെ മനീഷുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. അഭിലാഷ് വഴക്കിടുമ്പോ ഉള്ള ഒരു അഗ്രഷൻ കാണിക്കുന്നതല്ലാതെ പിന്നെ ഒരു സൈലന്റ് ആയിട്ട് ഒരിടത്ത് ഒറ്റ ഇരിപ്പേ ഇരിക്കത്തുള്ളൂ. പിന്നെ അല്ലാതെ വേറെ ഒന്നിലും കാണത്തില്ല. എവിടെയെങ്കിലും ഇരിക്കുന്നതും കാണാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ആരെങ്കിലും ആയിട്ട് ഒരു അഗ്രഷൻ കാണിച്ച് വരുന്നതും കാണും. ഈ 2 സീനെ കാണുന്നു. പിന്നെ നമ്മുടെ ശരത്തും കുറച്ചൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. അത്യാവശ്യം എല്ലാവർക്കും ഈ ഒരു വികാരങ്ങളും പ്രശ്നങ്ങളും ദേഷ്യങ്ങളും ഒക്കെ വരുന്നതാണ്. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഒരു ലിമിറ്റ് എല്ലാത്തിലും വേണം. അപ്പൊ ഇവര് 3 പേരും ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നെഗറ്റീവായി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം കമന്റ്സുകളൊക്കെ കാണുന്നതിൽ തന്നെ ഫുള്ള് അവർക്ക് നെഗറ്റീവ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ അനീഷിന്റെ ഗെയിം കഴിഞ്ഞ ആഴ്ച വരെയൊക്കെ നല്ലതാണ്. പക്ഷെ ഈ ആഴ്ച ആള് കുറച്ചൊന്ന് വെറുപ്പിക്കലാവുന്നുണ്ട്. ആള് ഗെയിം മാറ്റി പിടിച്ചില്ലെങ്കിൽ പണിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ആള് നിൽക്കുന്നത്, ഈ ഗെയിം കളിക്കുന്നത്. പക്ഷെ ആളുടെ സപ്പോർട്ടിനെക്കാളും കൂടുതൽ ഇറിറ്റേഷൻ ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ വേറെ ആരും ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സപ്പോർട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ വഴക്കിനുള്ള ഗെയിം വഴക്ക് മാത്രമേ കാണുന്നുള്ളൂ. അനീഷിന്റെ വേറൊരു ഗെയിമോ അല്ലെങ്കിൽ ഒരു ചിരിച്ചോണ്ടുള്ള എന്തെങ്കിലും ഒന്നും വരുന്നില്ല. അല്ല, അനീഷ് ഇനിയിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഇല്ല കയ്യാലപ്പുറത്തെ തേങ്ങ കണക്കാണ് അനീഷിന്റെ ഇത് നിൽക്കുന്നത്. വേറെ ആരെയും അവിടെ അതിൽ ബെറ്റർ ആയിട്ട് ആൾക്കാർക്ക് തോന്നാത്തോണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അനീഷിനുണ്ട്. പക്ഷേ ഈ അനീഷിന്റെ ഗെയിം മനസ്സിലാക്കി പുറത്തു നിന്ന് കണ്ട് ഇനി ഒരു വൈറ്റ് കാർഡ് എൻട്രിയോ എന്തെങ്കിലും കയറി വരികയാണ്, അത് അനീഷിന്റെ ഗെയിമിനെ കുറച്ച് മുകളിൽ പോയിട്ട് അനീഷിനെ താക്കാൻ പറ്റിയ അവർക്ക് സപ്പോർട്ട് കയറും. അത് അനീഷ് മനസ്സിലാക്കിയാൽ കൊള്ളാം. വേറെ ആർക്കും സപ്പോർട്ട് കിട്ടാത്തതിന്റെ പേരിൽ മാത്രമാണ് അനീഷിന് ഇപ്പോഴും ആ സപ്പോർട്ട്. അതായത് ഇതിപ്പോ എന്തോ പറയണേ, ഇപ്പം ഒരു 18 പേർ വേഴ്സസ് അനീഷ് എന്നുള്ള രീതിയിലാണ് അനീഷ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും ഒരു ഒറ്റപ്പെടൽ രീതിയിൽ നിൽക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഓരോ ആഴ്ചത്തെ രീതിയിൽ ഈ ഒരു ഗെയിം മാറ്റില്ലെങ്കിൽ പണിയിട്ട്. അനീഷ് കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് തന്നെ ഈ ആഴ്ച നിൽക്കുന്നത്. പക്ഷെ അടുത്ത ആഴ്ചയും ഇത് തുടർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം എല്ലാത്തിലും ക്യാപ്റ്റൻ ആയിട്ട് വന്ന് പറയുന്നതിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അനീഷ് അലമ്പാണ്. അതായത് കിച്ചണിലാണെങ്കിൽ പോലും അനീഷാണ് പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ്. അതായത് നല്ലത് എന്ത് പറഞ്ഞു കൊടുത്താലും അനീഷ് അത് നെഗറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കുറ്റമായിട്ട് എടുക്കുന്നുള്ളൂ. ഉടനെ തിരിച്ചൊരു മോശം രീതിയിലുള്ള സംസാരം അത് തിരിച്ച് പറഞ്ഞു കൊടുത്താൽ കേൾക്കാനും നിൽക്കില്ല, ഒന്നിനും നിൽക്കില്ല. അപ്പൊ നമുക്ക് എപ്പിസോഡിലൊന്നും ഒന്നുമില്ല. നമ്മള് ലൈവ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ലൈവ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ സൗണ്ട് ഭയങ്കര ഇറിറ്റേഷനാണ് നമുക്ക് വീട്ടിൽ ഇട്ട് കഴിയുമ്പോൾ. കാരണം അമ്മ അതിനെയാണ് സംസാരിക്കുന്നത്. എപ്പിസോഡ് വലിയ വിഷയം വരത്തില്ല, ലൈവാണ് സ്ഥിരം കേൾക്കുമ്പോഴാണ് ഈ ഇറിറ്റേഷൻ ആവുന്നത്. അപ്പൊ അനീഷ് ഗെയിം ചേഞ്ച് ചെയ്തില്ല. ഇനിയിപ്പോ വേറെ പുറത്തുനിന്ന് ഒരാള് വരുന്നു, വൈറ്റ് കാർഡ് വരുമ്പോ ഇതിലും മേളിൽ പോയി കഴിഞ്ഞാൽ അനീഷ് അവിടെ തീർന്നു. അല്ല, ഇതേ രീതിയിൽ ഈ ആഴ്ചയും പോവുകയാണെങ്കിൽ ഒരു വൈൽഡ് കാർഡ് കയറുന്ന തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര അടുത്ത ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബോറായിരിക്കും ലൈവും ബിഗ് ബോസും. അതിലും നല്ലത് ഒരു വൈൽഡ് കാർഡ് കയറ്റി ഒരു ഗെയിം ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ, ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ നെവിൻ ആള് ഭയങ്കര കോമഡിയാണ് കേട്ടോ. കിച്ചൺ വെസൽ ക്ലീനിങ് ആണ് ആള് നിൽക്കുന്നത്. അപ്പൊ നെവിൻ വന്നിട്ട് നമ്മുടെ ഷാനവാസിനോട് പറയുന്നുണ്ട് ഒരു പാത്രവും കഴുകത്തില്ല, എല്ലാവരും അവരവരുടെ പാത്രം. അവരവര് കഴിച്ച പ്ലേറ്റുകൾ മാത്രം അവരവര് കഴിച്ചു നോക്കും, ബാക്കിയൊക്കെ കഴുകാന്ന്. പക്ഷെ അത് നല്ലൊരു കാര്യമാണ് പറഞ്ഞ. കാരണം നമ്മള് കഴിച്ച പ്ലേറ്റ് നമ്മൾ അങ്ങ് കഴുകി വെക്കുക എന്നുള്ളത് വീട്ടിലാണല്ലോ. അത് അനീഷ് അല്ല, നെവിൻ പറയുന്നുണ്ട് അതൊക്കെ ഒരു മാനേഴ്സ് അല്ലേ എന്നിട്ട്. കോമഡി അതല്ല, കൊണ്ടെങ്കിലും അങ്ങോട്ട് വെക്കൂ എന്ന് പറയുന്നത്. അതായത് സിങ്കിന്റെ അടുത്ത് കൊണ്ടെങ്കിലും വെക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാരും ഒരു പുച്ഛഭാവം. അല്ല, രസമല്ല. ഇതെല്ലാം ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞതിന് ശേഷം ഷാനാസ് ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ, നീ നിന്റെ കപ്പ് എടുത്ത് വെക്കാറുണ്ടോ കുടിച്ചിട്ടെന്ന് ചോദിച്ചു. ഇല്ലാന്ന്. അല്ല, അതിനകത്ത് പറഞ്ഞ എനിക്ക് അത് ഞാൻ അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. കാരണം ഈ ആഴ്ച എനിക്ക് റെസ്പോൺസിബിലിറ്റി കൂടിയത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ വേണ്ട ആളൊക്കെ പോയിട്ടോ. പിന്നെ ഇനി അടുത്ത ഒരു സംഭവമാണ് നമ്മുടെ ഒരിടത്താണ്. അതായത് 3 പേര് അവരുടെ ജീവിത കഥ പറയണം. ഇതില് ആര് പറയണോന്ന് അവിടെ ഉള്ളവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അല്ല, ബൗളിൽ എഴുതിയിട്ടുണ്ട് ആള് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അവർ 3 പേര് അവർക്ക് തന്നെ തെരഞ്ഞെടുക്കാം. അപ്പൊ ഇതില് അവരുടെ ജീവിത കഥയാണ് പറയേണ്ടത്. അപ്പൊ ബൗളില് ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്, അതെടുത്തിട്ട് ഓരോരുത്തരെ പറ്റി പറയണം എന്നുള്ളത്. എനിക്ക് ബിഗ് ബോസിലെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആണ് ഇത്. എനിക്ക് ഈ ജീവിതകഥ പറയുന്നതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരേ ഒരാളുടെ അനിയമിതന്റെ അല്ലേ. ആദ്യമായിട്ടാണ് ഒരു ജീവിതകഥ ഇത്ര അല്ല, ഞാന് ജീവിതകഥ ആസ്വദിച്ചത് അഖിൽമാരാറിന്റെ ആയിരുന്നു. ഒരു ഓളതില് കോമഡി ആയിട്ടൊക്കെ പറഞ്ഞു പോയത് രസമുണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിക്ക് ആസ്വദിച്ചത് അനിയൻ മിഥുന്റെ ആണ്.
അത് കോമഡി ആയിരുന്നു. അതെ, അതെനിക്കും പറയണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ റിവ്യൂ ചെയ്തില്ലല്ലോ, എനിക്ക് അഖിൽ മാരാറിന്റെ ജീവിതകഥ പറഞ്ഞതില് എനിക്ക് അവസാനം ആള് പറഞ്ഞ ഒരു ഡയലോഗ് എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, ആള് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആള് അവസാനം പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പും കേറും തോറും താഴെ നിൽക്കുന്നവര് നമ്മളെ കൂകി വിളിക്കുന്നവരായിരിക്കും, പക്ഷെ നമ്മൾ ഓരോ പടിയും കേറി പോകുമ്പോഴത്തേക്ക് ഈ കൂകി വിളികളെല്ലാം കയ്യടിയായി മാറും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്നെ പോലെ കുറെ പേരുടെ ലൈഫിൽ അതൊരു ഇൻസ്പയർഡ് ആയി കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ മിഥുന്റെ ഒരു ജീവിതകഥ പറയുന്നത് എനിക്ക് തോന്നുന്നു ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ എപ്പിസോഡിനെ ആ ഒരു പീക്ക് ലെവലിൽ കൊണ്ടുപോയി എത്തിച്ച ഒരു ജീവിതകഥ നമ്മുടെ മിഥുന്റെ ആയിരിക്കും കേട്ടോ. അതെ. പിന്നെ എനിക്ക് ഈ ഒരു ടാസ്ക് ഇഷ്ടമല്ലെന്ന് പറയാൻ മിക്ക സീസണിലും തമിഴാണെങ്കിലും ഇതേപോലെ മലയാളം ആണെങ്കിലും മിക്കവരുടെയും ജീവിതകഥ നോർമൽ കഥയെ അവരെ അങ്ങ് ഭയങ്കരമായിട്ട് വിപുലീകരിച്ച് ഭയങ്കരമായിട്ട് ഒരു ഇതാക്കി മാസാക്കിയോ അല്ലെങ്കിൽ ഇമോഷണൽ ആക്കിയൊക്കെയാണ് സംസാരിക്കുന്നത്. അത്രയും അതിന്റെ ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ബിഗ് ബോസ് ഇച്ചിരി ഡ്രാമാറ്റിക് ആക്കണം എന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ ഓക്കെ, പക്ഷെ അത് വെച്ച് നീട്ടല ഒരാഴ്ചയിട്ട് ഒരാളുടെ കഥ ഒരു ദിവസം രണ്ടുപേരുടെ കഥ വെറുപ്പിക്കല. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ വെറുപ്പിക്കൽ മീൻസ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ലൈഫിലും അവരവരുടേതായിട്ടുള്ള അപ്പും ഡൗൺസും ഒക്കെ കാണും. ഇപ്പൊ നമ്മുടെ ലൈഫിലാണെങ്കിലും നമുക്കത് പലതും കാണും, ഒരു ലൈഫ് ആകുമ്പോൾ അത് പലതും കാണും. പക്ഷേ ഈ കഥ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഒന്നുമല്ലാത്ത ചില കാര്യങ്ങൾ പോലും അങ്ങ് ഒരു 10 എന്നുള്ളത് 100 എന്നുള്ള ലെവലിലാക്കി ചിലർ നമുക്ക് ഫീൽ ചെയ്യും. അതാ പ്രശ്നം. അതെ, ഫീൽ ചെയ്യാതെ പറയുകയാണെങ്കിൽ ഓക്കെ, എക്സാജുറേറ്റ് ചെയ്തിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഈ എക്സാജുറേറ്റ് ചെയ്യുന്നത് നമുക്കത് ഫീൽ ചെയ്യും. അതപ്പോ ബോറായി പോകും. അതെ, അപ്പൊ എനിക്കും ഇഷ്ടമില്ലാത്തൊരു റൗണ്ടാണ് ഈ കഥ പറയുന്നത്. പക്ഷെ ഈ വട്ടത്തെ കഥ അത്ര ബോറിംഗ് അല്ലായിരുന്നു. പെട്ടെന്ന് തീർത്ത് ഒരു ബൗളിൽ ഒരു വേർഡ്. എനിക്ക് തോന്നുന്നു ആ ഒരു വീക്ക് വ്യൂസ് കുറയുന്നോണ്ടായിരിക്കും ഇവര് ഇത്തവണ ഇങ്ങനെ ആക്കിയെന്ന് തോന്നുന്നു. എന്തായാലും അത് നല്ലൊരു ഐഡിയ ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഇടയ്ക്കാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ബോറടിച്ചില്ല. അതെ, അതിപ്പം ഓരോരുത്തരും ബൗളിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ ഷാരികയും രേണു ഓണിയലും ആയിരുന്നു. ഷാരിക കിട്ടിയത് അച്ഛൻ എന്നൊരു ഇതായിരുന്നു. രേണുവിന് കിട്ടിയത് ഷാരികയ്ക്ക് കിട്ടിയ പ്രൊഫഷൻ ആയിരുന്നു. പിന്നെ ഒണിയലിന് കിട്ടിയത് അമ്മ എന്നുള്ളായിരുന്നു. അപ്പൊ 3 പേരും നല്ല രീതിയിൽ അവരുടെ ജീവിതകഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കിട്ടോ. ഇതില് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം രേണുവിനെയാണ്. കാരണം രേണു വന്ന ദിവസം തൊട്ട് എല്ലാവരും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ട്രോളും കാര്യങ്ങളും റിയാക്ഷൻ ചാനൽസിലൊക്കെ ആണെങ്കിലും രേണു ജീവിതകഥ പറയുമ്പോൾ ഈ സുധിച്ചേട്ടൻ എന്നുള്ളൊരു സംഭവം പറഞ്ഞ് വെറുപ്പിക്കും എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇനിയിപ്പോ ഇതിങ്ങനെ ബൗളിൽ നിന്ന് ഇങ്ങനെ അച്ഛൻ എന്നുള്ളത് കിട്ടിയത് കൊണ്ടാണോ പ്രൊഫഷൻ കിട്ടിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. ആള് അധികം വെറുപ്പിക്കാനും ഒഴുക്കാനൊന്നുമില്ല. പക്ഷേ അച്ഛൻ എന്നുള്ള ഒരു കാര്യവും മറ്റേതും നല്ല രീതിയിൽ ആൾ അവതരിപ്പിച്ചിട്ടും മറ്റേവർ രണ്ടുപേരും മോശമാണെന്നല്ല. പക്ഷെ ഞാൻ രേണുവിൽ ഒരു അവതരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ആക്ഷൻ ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു അവതരണമായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കാണാനൊരു ഇതുണ്ടായിരുന്നു പറയുന്നേക്കെ. അതെ, സത്യം പറഞ്ഞാൽ പുറത്ത് കണ്ട ഒരു രേണുവിനെ അല്ല കേട്ടോ ഇതിനകത്ത് കാണുന്നത്. ആള് ഭയങ്കര വ്യത്യാസമാണ്. ആള് ഭയങ്കര ഗെയിം ഒന്നുമില്ല, പക്ഷെ ഈ പുറത്ത് കണ്ട ഒരു വെറുപ്പിക്കല് അകത്തില്ല ആള്. പിന്നെ എനിക്കൊന്നും മടുപ്പായോണ്ടായിരിക്കും ചിലപ്പോ ആ വെറുപ്പിക്കല് കാണാത്തേന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ശാരിക ഒന്ന് ഇൻസ്പയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച ഇനി വെറുപ്പിക്കും നമുക്ക് അറിയത്തില്ല, കണ്ടുവരാം. പിന്നെ ഒനിയലിന്റെ ഇച്ചിരി ഇമോഷണൽ ആയിരുന്നു സംസാരവും കാര്യങ്ങളൊക്കെ. എന്നാലും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല ബോൾഡ് ആയിട്ടാണ് സംസാരിച്ചത്. ആളും നല്ല ബോൾഡ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഷാരിക എത്രയൊക്കെ ബോൾഡ് ആയിട്ട് കാണിച്ചാലും ആളൊരു പാവം, ഈ ഉള്ളിൽ ഒരു പാവം പിടിച്ച ഒരാളാണ്. ഷാരികയ്ക്ക് പ്രൊഫഷനാണ് കിട്ടിയേക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇമോഷണൽ ആവാത്തത്. എന്തായാലും നല്ല 3 പേര് നല്ല രീതിക്കാണ് ചെയ്തത്. പിന്നെ എന്താ സംഭവം ബിഗ് ബോസിന് വട്ടായതാണോ അതോ ഞങ്ങൾക്ക് വട്ടായതാണോ അറിയില്ല. ആര്യനും നമ്മുടെ ഗിസയിലും കൂടെ ബെഡില് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അപ്പൊ ഗിസയിൽ ഇങ്ങനെ ബെഡ് കൊണ്ടിട്ട് ഓ മൈ ഗോഡ് എന്ന് പറയുന്നുണ്ട്. അവിടെ കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് തീർന്നു. ലൈവില് ചിലപ്പോ നൈറ്റ് കാണുമായിരിക്കും, നൈറ്റത്തെ സംഭവമാണ്. എന്നാലും ഒരു ഇതില്ലാതെ കൂടെ ഓ മൈ ഗോഡില് നമ്മുടെ ബിഗ് ബോസ് നിന്നു. വോട്ട് ചോദിച്ചങ്ങ് നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ആവറേജ് അല്ലേ. ഇനി ആ ടാസ്ക് മാക്സിമം ഇച്ചിരി ടാസ്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ഈ വഴക്ക് കാണിച്ച് ഇനി ബോറടിക്കത്തേ ഉള്ളൂ. അപ്പൊ ഇനി നാളെ മെയിൻ ആയിട്ട് ചിലപ്പോ ഒരു ടാസ്ക് ഉണ്ടാവുമായിരിക്കും.
ഈ മിഡ് ഇച്ചിരി കൂടി ലോങ് ടാസ്ക് കൊടുക്കുന്ന ഇച്ചിരി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടാസ്ക് കാണുമായിരിക്കും. പിന്നെ ഇവരുടെ നോർമൽ വഴക്കും കാര്യങ്ങളും, പിന്നെ അതേപോലെ ഈ ഒരിടത്ത് കഥ ഒരു 3 പേര് അടുത്ത 3 പേരെ സെലക്ട് ചെയ്യുമായിരിക്കും. അപ്പൊ ഇതൊക്കെ ആയിരിക്കും പിന്നെ നാളത്തത്. അപ്പൊ നാളത്തെ നമുക്ക് റിവ്യൂ എന്തോന്ന് നാളെ നമുക്ക് നോക്കാം. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ലൈവില് വലിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പൊ ബിഗ് ബോസിന്റെ റിയാക്ഷൻ റിവ്യൂ ഒക്കെ കാണാൻ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പം അതുവരയ്ക്കും ബൈ.